ഇത് ഒരുതരം ധാന്യമാണ്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ ഗോതമ്പ് പോലെ ഇരിക്കുമെങ്കിലും ഗോതമ്പല്ല. അപ്പോൾ ഇത് ഈ റൈ എന്ന് പറഞ്ഞൊരു ധാന്യമാണ്. ഒരു ഇത് ഞാനൊന്ന് കുറച്ച് കഴിയുമ്പോൾ ഞാൻ പിടിച്ച് കാണിക്കാം. അതെ. സംഭവം എന്ന് പറഞ്ഞാൽ ഈ നീല കളർ നിങ്ങൾ കാണുന്നില്ലേ, ഈ കതിരിൽ നീലയുണ്ട്, ഒരു ചെറിയ നീലയുണ്ട്. അങ്ങനെയാണ് നമ്മളിത് ഐഡൻറ്റിഫൈ ചെയ്യണത്. നീലൊരു ടിഞ്ച്, ആ ബ്ലൂ ടിഞ്ച് ഉണ്ടെങ്കിൽ അത് റൈ ആണെന്ന് അർത്ഥം. ഇത് ഗോതമ്പ് പോലെയൊക്കെ തന്നെയാണ്. ഗോതമ്പ് പോലെ ഗ്ലൂട്ടനൊക്കെ ഉണ്ട്, പക്ഷേ ഗോതമ്പല്ല. ഇതൊരു വിൻ്റർ കവർ ക്രോപ്പായിട്ടും ഉപയോഗിക്കുന്നുണ്ട്. സോയിൽ എറോഷൻ തടയും. പിന്നെ ഇത് കൂടുതലും ഗ്രെയിനായിട്ടും ഫ്ലോറായിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അത് കൂടുതലും റഷ്യയിലാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ അധികം കണ്ടുപരിചയമില്ല, ഭൂമി മലയാളത്തിലും ഇന്ത്യയിലൊക്കെ. റഷ്യൻസ് അത് കുറേ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഇത് ബ്രെഡ് ഉണ്ടാക്കാനും, പിന്നെ അവരുടെ ഒരു കവാസ് എന്ന് പറഞ്ഞ സംഭവം അതുണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ മൈൽഡ് ആൽക്കഹോളുണ്ട്. പിന്നെ ഇത് വോഡ്ക ഉണ്ടാക്കാനും ഉപയോഗിക്കുന്നുണ്ട്. ഈ റൈയും ഉപയോഗിച്ച് വോഡ്ക ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഗ്ലൂട്ടൻ കണ്ടന്റ് ഉണ്ട്. ഗോതമ്പ് പോലെ തന്നെ യൂസ് ചെയ്യാം. ഇതൊക്കെയാണ് ഈ റൈ ഗ്രെയിൻ്റെ വിശേഷങ്ങൾ. ഇത് കോൾഡ് വിൻ്ററിനെ സർവൈവ് ചെയ്യുമെന്നാണ് പറയണത്. തണുപ്പുള്ള മേഖലയിൽ നമ്മുടെ നാട്ടിൽ വെച്ച് പിടിപ്പിക്കുക റൈ ഗ്രെയിൻ.